ലോകവേദിയിൽ നിന്ന് ഇന്ത്യക്ക് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തും നയതന്ത്ര സ്വാധീനവും മാത്രം മതി പാകിസ്ഥാനെ പോലുള്ള ശത്രുക്കളുടെ ഏത് വലിയ നീക്കങ്ങളെയും തവിടുപൊടിയാക്കാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. പാകിസ്ഥാനും തുർക്കിയും ചേർന്ന ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഈജിപ്തിനെ ഉൾപ്പെടുത്തി ഉണ്ടാക്കാൻ ശ്രമിച്ച ഇസ്ലാമിക് നാറ്റോ എന്ന വമ്പൻ സഖ്യം ഇന്ത്യയുടെ നയതന്ത്രത്തിന് മുന്നിൽ ഒറ്റയടിക്ക് പൊളിഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 7-നാണ് തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് മെക്ക പാക്ട് എന്ന പേരിൽ ഒരു ത്രിരാഷ്ട്ര പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകിയത്. ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഈജിപ്തിനെ കൂടി കൊണ്ടുവരുന്ന ഒരു ഇസ്ലാമിക നാറ്റോ രൂപീകരിക്കാനായിരുന്നു തുർക്കിയുടെയും പാകിസ്ഥാന്റെയും പ്ലാൻ. ആഫ്രിക്കയിലെ ഏറ്റവും ശക്തമായ സൈന്യവും സുപ്രധാനമായ സൂയസ് കനാലും ഈജിപ്തിന്റെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ അവരെ ഒപ്പം കൂട്ടാൻ പാകിസ്ഥാൻ വലിയ മോഹമാണ് വച്ചു പുലർത്തിയത്. എന്നാൽ ഈജിപ്ത് ഇതിനോട് പറഞ്ഞത് അസന്നിഗ്ധമായ വലിയൊരു നോ ആണ്. ഈജിപ്തിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം മറ്റാരുമല്ല, അത് നമ്മൾ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയുമായി ശത്രുതയിലുള്ള, ഇന്ത്യയെ നിരന്തരം എതിർക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു സൈനിക സഖ്യത്തിൽ ചേർന്നാൽ അത് ഇന്ത്യയുമായുള്ള തങ്ങളുടെ എക്കാലത്തെയും മികച്ച ബന്ധത്തെ തകർക്കുമെന്ന് ഈജിപ്തിന് നന്നായി അറിയാം. ഇന്ന് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ളത് കേവലം സൗഹൃദമല്ല, മറിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക പ്രതിരോധ പങ്കാളിത്തമാണ്. ഏകദേശം 5.5 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി 700ഓളം ഇന്ത്യൻ കമ്പനികളാണ് ഇന്ന് ഈജിപ്തിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുമായി ഇത്രയും വലിയ വ്യാപാര ബന്ധമുള്ള ഈജിപ്ത് പാകിസ്ഥാനെ പോലെ ഒരു പാപ്പരായ രാജ്യത്തിന് വേണ്ടി ഇന്ത്യയെ പിണക്കാൻ ഒട്ടും തയ്യാറല്ല. ഇതിനു പുറമെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സഖ്യരാഷ്ട്രങ്ങളിൽ ഒന്നായ UAE-യുമായും ഈജിപ്തിന് അടുത്ത പ്രതിരോധ സാമ്പത്തിക ബന്ധമുണ്ട്. മെക്ക പാക്ടിലെ അംഗമായ പാകിസ്ഥാൻ ഇസ്രയേലിന്റെ അസ്തിത്വം പോലും അംഗീകരിക്കുന്നില്ല. എന്നാൽ ഈജിപ്തിന് ഇസ്രയേലുമായി സമാധാന കരാറുണ്ട്. അതുപോലെ തുർക്കിയുമായും ശത്രുതയിലുള്ള ഗ്രീസ്, സൈപ്രസ് എന്നീ രാജ്യങ്ങളുമായും ഈജിപ്തിന് നല്ല ബന്ധമുണ്ട്. ചുരുക്കത്തിൽ മെക്ക പാക്ട് എന്ന സൈനിക സഖ്യത്തിൽ ചേർന്നാൽ അത് ഇന്ത്യ, UAE, ഇസ്രയേൽ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഈജിപ്തിന്റെ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കും എന്നവർക്കറിയാം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് എത്രത്തോളം ശക്തമാണ് എന്ന് ഈ ഒറ്റ സംഭവത്തിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തിനും സ്വാധീനത്തിനും മുന്നിൽ പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ഇസ്ലാമിക സഖ്യങ്ങൾ വെറും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ആയുധം പോലും ഉപയോഗിക്കാതെ, ഒരു ഭീഷണി പോലും മുഴക്കാതെ ഇന്ത്യ നേടിയ ഈ വലിയ നയതന്ത്ര വിജയം പുതിയ ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്.